ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മജ്‌ലിസിലേക്ക് പായസം കൊണ്ടുവന്നത് നമ്മുടെ ആലിയാക്കയോടാണ്. അല്ലാഹു തആല ആലിയാക്കയുടെ മനസ്സിലുള്ള മുഴുവൻ സദുദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ആലിയാക്കയുടെ പ്രിയപ്പെട്ട മകളുടെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പരസ്പരം അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ജന്നത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലിയാക്കയുടെ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്തും റാഹത്തും സന്തോഷവും ഇസ്സത്തും സമാധാനം നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിലേക്ക് മക്കളുടെ കുടുംബജീവിതത്തിലേക്ക് അല്ലാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പേരക്കുട്ടികളൊക്കെ അല്ലാഹു നല്ല സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇന്ന് വാട്സപ്പിൽ നമ്മുടെ വോയിസ് കേട്ടു. കണ്ണീയത്ത് ഇബ്രാഹിം മുസ്ലിയാരുടെ ഭാര്യ അഥവാ നമ്മുടെ സ്ഥാപനമായി സഹകരിക്കുന്ന ഷാദിഖയുടെ ഉമ്മ, ആ ഉമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി മരണപ്പെടുമ്പോൾ ആ ഉമ്മ ധരിച്ചിരുന്ന 4 ചിറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. പക്ഷേ ആ ഉമ്മക്ക് സ്വർഗം നൽകണം അല്ലാഹ്. ആ കുടുംബം ചെയ്യുന്ന ഈ സന്ദർഭത്തിന്റെ തവാബ് ഖബറിൽ കിടന്ന് ഈ നിമിഷം തന്നെ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. മനുഷ്യനെ വല്ല പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വതന്ത്രയുടെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ നീക്കി അവരിൽ എല്ലാവിധ സന്തോഷ അനുഗ്രഹങ്ങളും നൽകണം റഹ്മാൻ. സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഭക്ഷണപാനീയങ്ങളൊക്കെ നൽകണം അല്ലാഹ്. മനുഷ്യനെ ആ കുടുംബത്തിന് വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. വർഷങ്ങളായി ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന കുടുംബമാണ്, സ്ഥാപനത്തോട് സഹകരിക്കുന്ന കുടുംബമാണ്. അവിടുത്തെ മക്കളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ മദ്രസയിലാണ് പഠിച്ചത്. പഠിച്ച കുടുംബത്തിൽ വലിയ ഐശ്വര്യം നൽകണം റഹ്മാൻ. ആ കുടുംബത്തിലുള്ള എല്ലാ മക്കൾക്കും നല്ല ഉയർച്ചയും ഭാവിയും നൽകണം റഹ്മാൻ. വല്ല പ്രയാസവും ആ കുടുംബത്തിൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഫള് കൊണ്ട് പ്രയാസമൊക്കെ നീക്കി നല്ല റാഹത്തും സന്തോഷവും നൽകണം അല്ലാഹ്. പക്ഷേ അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ട് പള്ളിയുടെ പുനർനിർമ്മാണത്തിലും മറ്റുമായി, പ്രത്യേകിച്ച് ഇപ്പൊ റബീഉൽ അവ്വലിന്റെ ഭക്ഷണത്തിലേക്ക് മാംസമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, അരിയേറ്റവരുണ്ട്. അതുപോലെ തന്നെ മൗലിദ് 12 വരെ മൗലിദിന് പായസമേറ്റവരുണ്ട്. അതിനുശേഷം വീടുകളിൽ നടക്കുന്ന മൗലിദും സദസ്സേറ്റെടുത്തതുണ്ട്. പല അർത്ഥത്തിൽ, പല രൂപത്തിൽ, പല കോലത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് സഹോദരന്മാര്, ഒരുപാട് സഹോദരിമാര്, ഉമ്മമാര്, ഉപ്പമാരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ നീ ഖൈറ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തെ നീ ഉയർച്ചയിലേക്ക് ഉയർത്തണം റഹ്മാൻ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണം അല്ലാഹ്.